നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവകരുണയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണമായിട്ട് നിങ്ങളുടെ ജീവിതമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ലൗകികമായിട്ടുള്ള സമ്പാദ്യങ്ങളുടെയും നേട്ടങ്ങളുടെയും പൊള്ളത്തരത്തെക്കുറിച്ചാണ്. കാരണം നമ്മൾ ഈ ലോകത്ത് സമ്പാദ്യം നേടുന്നതാണ്, നേട്ടങ്ങൾ കൊയ്യുന്നതാണ് ഭാഗ്യമെന്ന് നമ്മൾ വിധി എഴുതും. അങ്ങനെയുള്ളവരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥത്തിലുള്ള സമ്പത്ത് ആത്മീയമായിട്ട് ഉപകരിക്കുന്നതാണെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടം നമുക്കറിയാം, ഈ 2-3 വർഷമായിട്ട് ഭൗതികമായിട്ടുള്ള സമ്പാദ്യങ്ങളുടെ പൊള്ളത്തരം വിധി നമ്മളെ അറിയിച്ചു തന്നതാണ്. വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കയ്യിൽ പൈസ ഉണ്ടായിട്ട് രക്ഷപ്പെടുവാനോ സാധിക്കാത്ത അവസ്ഥ, ഒരു ബോട്ടിൽ വെള്ളം കിട്ടാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് അവസ്ഥകളിലൂടെ മനുഷ്യനെ ദൈവം കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ കയ്യിൽ പൈസ ഉണ്ടായിട്ടും ഓക്സിജൻ സ്വീകരിക്കാനായിട്ട് കഴിയാത്ത അവസ്ഥ പോലും മനുഷ്യന് ഉണ്ട്. അങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല, ദൈവാനുഗ്രഹവും ആത്മീയമായിട്ടുള്ള കാര്യവുമാണ് മനുഷ്യനെ സഹായിക്കുന്നതെന്ന് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ ഇന്നും വെട്ടിപ്പിടിക്കുവാനും കീഴടക്കുവാനും ചതിയിലൂടെയും മറ്റും സഹോദരങ്ങളുടെ സ്വത്ത് പോലും കൈവശപ്പെടുത്തുവാനുമായിട്ടുള്ള ആഗ്രഹങ്ങളിലൂടെ നടക്കുകയാണ്. നമുക്കിന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്: ദൈവമേ, ഞങ്ങൾ സമ്പാദ്യം നേടുന്നതോടൊപ്പം ആത്മീയ കാര്യങ്ങൾക്ക് വീഴ്ച വരുത്താതിരിക്കുവാനുള്ള കൃപ കൂടി ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആത്മത്തിന് ഉപകരിക്കുന്നത് അത് മാത്രമാണ്. ഈ ദിവ്യബലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ജോയ് പുത്തമ്പരക്കൽ, കൊർണേലി കൊറയ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ വർക്ക് ലഭിക്കുന്നതിനും ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ മാറുന്നതിനും സ്കിൽഡ് ഡെക്കറേഷൻസിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെയും വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരീതികളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴം, എൻ്റെ പിഴം, എൻ്റെ വലിയ പിഴം. ആകയാൽ നിത്യേനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരീതികളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തന് നിത്യമായ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മനസ്സുകൾ എപ്പോഴും അങ്ങേ തിരുവുള്ളമനുസരിച്ച് വ്യാപരിക്കുവാൻ അനുഗ്രഹിക്കണമേ. ആത്മാർത്ഥ ഹൃദയത്തോടുകൂടി അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, നിങ്ങളുടെ തെറ്റുകളും പാപങ്ങളും നിമിത്തം മുമ്പ് നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ലൗകികരായി, അന്തരീക്ഷ അധീശന് വിധേയരായി, അവിശ്വാസികളുടെ മേൽ പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ ഗതിക്കനുസൃതമായി നിങ്ങൾ പെരുമാറി. പണ്ട് ഞങ്ങളും അങ്ങനെ തന്നെയാണ് വർത്തിച്ചിരുന്നത്. ശരീരത്തിൻ്റെ പ്രവണതകൾക്കും ആഗ്രഹങ്ങൾക്കും വിധേയരായി ഞങ്ങളും വ്യാപരിച്ചു. മറ്റുള്ളവരെ പോലെ പ്രകൃത്യ ഞങ്ങളും ദൈവകോപത്തിന് സർവദാ അർഹരുമായിരുന്നു. നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം മൃതരായിരുന്നെങ്കിലും കരുണാസമ്പന്നനായ ദൈവത്തിന് നമ്മോടുള്ള അതിരറ്റ സ്നേഹം നിമിത്തം അവിടുന്ന് നമ്മെ മിശിഹായോട് കൂടി ജീവിപ്പിക്കുകയും അവിടുത്തോടൊപ്പം ഉയർപ്പിക്കുകയും ഈശോ മിശിഹായെ പ്രതി സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപാവരത്താലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ ഈശോ മിശിഹായെ പ്രതി ദൈവം നമ്മോട് കാണിച്ചിട്ടുള്ള കാരുണ്യം വഴി ചിന്തപ്പെടുന്ന കൃപാവര സമ്പത്ത് ഭാവിയിൽ കൂടുതൽ പ്രകടമാകും. കൃപാവരത്താൽ വിശ്വാസം മുഖേന നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളിൽ നിന്ന് ഉണ്ടായതൊന്നുമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആരും അഭിമാനിക്കേണ്ട. അത് പ്രവൃത്തിയുടെ ഫലമൊന്നുമല്ല, നാം ദൈവത്തിൻ്റെ കൈവേലയാണ്. നാം ചെയ്യണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സൽപ്രവൃത്തികൾക്കായി നാം ഈശോ മിശിഹായിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവം നമ്മെ സൃഷ്ടിച്ചു, നാം അവിടുത്തെ സ്വന്തമാകുന്നു. ദൈവം നമ്മെ സൃഷ്ടിച്ചു, നാം അവിടുത്തെ സ്വന്തമാകുന്നു. ഭൂമി മുഴുവനുമേ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. സന്തോഷസമേതം അവിടുത്തെ സന്നിധിയിൽ പ്രവേശിക്കുവിൻ. ദൈവം നമ്മെ സൃഷ്ടിച്ചു, നാം അവിടുത്തെ സ്വന്തമാകുന്നു. കർത്താവാണ് ദൈവമെന്ന് ഗ്രഹിക്കുവിൻ. അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു, നാം അവിടുത്തെ സ്വന്തമാകുന്നു. നാം അവിടുത്തെ ജനവും അവിടുത്തെ മേച്ചിൽ സ്ഥലത്തെ ആടുകളാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചു, നാം അവിടുത്തെ സ്വന്തമാകുന്നു. സ്തുതികളോടുകൂടെ അവിടുത്തെ പടിവാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങളോടെ അവിടുത്തെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. അവിടുത്തെ നാമത്തെ സ്തുതിക്കുവിൻ. ദൈവം നമ്മെ സൃഷ്ടിച്ചു, നാം അവിടുത്തെ സ്വന്തമാകുന്നു. എന്തെന്നാൽ കർത്താവ് നല്ലവനാകുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും, അവിടുത്തെ വിശ്വസ്തത സകല തലമുറകളിലും ഉണ്ടായിരിക്കും. ദൈവം നമ്മെ സൃഷ്ടിച്ചു, നാം അവിടുത്തെ സ്വന്തമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച് തന്നെ സ്വീകരിച്ച എല്ലാവർക്കും ദൈവമക്കളാകാനുള്ള അവകാശം അവിടുന്ന് നൽകി. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ യേശുവിനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും.
അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറയുന്നു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷം. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. ദൈവേഷ്ടമാണെന്ന് കരുതി നീ ചെയ്തതല്ല, ദൈവേഷ്ടമല്ലായിരുന്നെന്ന് അറിഞ്ഞിടുവിൻ. സമ്പാദ്യമാണെന്ന് കരുതിയ നേട്ടമല്ല സൗഭാഗ്യമേകില്ലെന്നോർത്ത് മനം തുറക്കൂ. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ. സ്വർഗീയ വഴിയെ ചരിച്ചിടുവിൻ. സമർപ്പണത്തിൽ സമയമായി, സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. സഹോദരങ്ങളെ, നമ്മുടെ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. പിതാവായ ദൈവമേ, സ്വതന്ത്ര മനസ്സോടുകൂടി അങ്ങേ ദാനങ്ങൾ ആദരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നവ അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർബലരായി സ്വീകരിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന്റെ നിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. ശാക്തികന്മാരും ധന്യരായ ഭക്തിചോലകന്മാരും സ്വർഗസ്ത്രീവരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് അങ്ങയെ പാടിസ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ
വരുവോനേറ്റം ധന്യനുമാ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് ശ്രീയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ,
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരങ്ങളുടെ സംസ്കരണം ആവശ്യമായിരിക്കുന്ന നമുക്ക് നിത്യായുസ്സ് ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരങ്ങളുടെ ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത്. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവസ്ഥ പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പു നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. നെഞ്ചകം നിറയെ വിതുമ്പും നൊമ്പരമെല്ലാം
അകറ്റ നെഞ്ചകം നിറയെ വിതുമ്പും നൊമ്പരമെല്ലാം അകറ്റ തിരുവോസ്തിരൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. തിരുവോസ്തിരൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. എത്ര നാളായി ഞാൻ കൊതിപ്പു നിന്നോടൊന്നായി ചേർന്നിടുവാൻ വൈകാതെ വന്നിടണേ. ആത്മനായക ഒരു വാക്ക് ചൊല്ലാൻ ഒരു നോക്ക് കാണാൻ യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉത്ബോധിതരുമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ തോക്കൂ. നിൻ വിളി കേട്ടങ്ങ് വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. കർത്താവേ ഗണിണമേ, യേശുവേ ഗണിണമേ, കർത്താവേ ഗണിണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്നാണ് രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ജോയ് പുത്തൻപുരക്കൽ, കൊർണേലി കൊറയ എന്നിവർക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. സൂര്യയുടെ മേൽ പ്രകാശിക്കുകയും ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടിയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി
ഞങ്ങളും മാനസാന്തര വഴികളിലൂടെയും അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. ഈശോയുടെ സംരക്ഷണത്തിന്റെ അനുഭവം അനുഭവിക്കുന്ന നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.